പാകിസ്ഥാനും ഹിന്ദുസ്ഥാനും കൂടാതെ ഒരു സിഖിസ്ഥാൻ കൂടി വേണമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ CP രാമസ്വാമി അയ്യര് സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ചല്ലോ. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രഖ്യാപിച്ചപ്പോ CPക്ക് ഒരു അഭിനന്ദന കത്ത് കിട്ടി. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സ്വതന്ത്ര ഹൈന്ദവ രാഷ്ട്രമായി തിരുവിതാംകൂറിനെ ഉയർത്തിയ അങ്ങേക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചൊരു കത്ത് കിട്ടി. ആ കത്ത് അയച്ചത് സവർക്കറാണ്. ഈ സവർക്കർ ഉണ്ടല്ലോ, അദ്ദേഹം എന്നൊക്കെ ഞാൻ കനത്തിൽ പറയാണ്, ഭാരതരത്നം കിട്ടാൻ പോവാണ്, അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് മുൻകൂറായി കരുതലോടെ പറയാ. സവർക്കർ 910 അടുത്ത് ജയിലിലായി. അടുത്തിടയ്ക്ക് ഞാൻ ഈ വിക്രം സമ്പത്ത് എന്ന് പറഞ്ഞ ഒരാൾ സവർക്കറുടെ ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. 1ാം വോള്യം പുറത്തു വന്നു. ആദ്യം ഞാൻ മേടിക്കണ്ടെന്ന് കരുതിയതാ, പിന്നെ വായിച്ചേക്കാന്ന് കരുതി മേടിച്ച് വായിച്ചപ്പോൾ ഒരു രസമുള്ള കാര്യം എന്ന് വെച്ചാൽ മൂപ്പര് എഴുതിയ മാപ്പപേക്ഷകളൊക്കെ ഇതിന്റെ അവസാനത്ത് അപ്പൻഡിക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൂപ്പര് തന്നെ 6 എഴുതിയിട്ടുണ്ട്, ഭാര്യയെ കൊണ്ട് 8 എഴുതിച്ചിട്ടുണ്ട്. വായിച്ചു വരുമ്പോൾ നമുക്ക് തോന്നുക ഈ മാപ്പപേക്ഷ വായിച്ച് മടുത്തിട്ടായിരിക്കും അവർ സ്വാതന്ത്ര്യം വിട്ട് കളഞ്ഞതെന്നാണ്. കാരണം എല്ലാ ആഴ്ചയും കത്താ. അവസാനത്തെ കത്ത് ശ്രദ്ധിക്കണം. അവസാനത്തെ കത്തിൽ പറയണത്, എന്നെ വിട്ടയച്ചാല് എൻ്റെ പിന്തുണ മാത്രമല്ല, എൻ്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടൻ ഉറപ്പ് തരാൻ എനിക്ക് കഴിയും. ആ മാപ്പപേക്ഷയിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് വിട്ടയച്ച് ആദ്യം യാർവാദ ജയിലിൽ, പിന്നെ രത്നഗിരി ജില്ലയിൽ വിട്ടുപോകരുത് എന്നുള്ള അതിർത്തിയിൽ അദ്ദേഹം താമസിക്കുന്നു. അവിടെ വെച്ചാണ് ഹിന്ദു മഹാസഭ ഉണ്ടാകുന്നത്. ഹിന്ദു മഹാസഭയും പിന്നീട് RSS ഉണ്ടാകുന്ന സമയത്ത് അവരുടെ അടിസ്ഥാന ലക്ഷ്യം, അത് ഇപ്പൊ ഗോൾവൽക്കർ എല്ലാം പിന്നീട് പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഊർജം പാഴാക്കരുത്, ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യണം. ആ പട്ടികയുണ്ട്. മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, കമ്മ്യൂണിസ്റ്റുകാർ, ഇവർക്കെതിരെ വേണം യുദ്ധം ചെയ്യാൻ. ബ്രിട്ടനെതിരെ യുദ്ധം ചെയ്ത് ഊർജം പാഴാക്കരുത്. ഇത് സവർക്കറും ഗോൾവൽക്കറും രൂപപ്പെടുത്തിയ ഒരു ആശയധാരയുടെ അടിസ്ഥാനമാണ്. ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് സവർക്കർക്കും ഗോൾവൽക്കർക്കും വളരെ വ്യക്തതയുള്ള ഒരു കാര്യമാണ്. അത് ഹിന്ദു രാഷ്ട്രമാണ്. അതല്ലാതെ ഇപ്പോ ഗോഡ്സെ അത് പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ, സത്യത്തെയും അഹിംസയെയും കുത്തിക്കടത്തി മതത്തെ ദുർബലപ്പെടുത്തി എന്നത്. രണ്ടാമതായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ ഹിന്ദുക്കൾക്ക് തുല്യമായ പരിഗണന മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നൽകി എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്, അത് ഹിന്ദി എന്ന ഉത്തമ ഭാഷയ്ക്ക് പകരം തന്തയില്ലാത്ത ഭാഷയായ ഹിന്ദുസ്ഥാനിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാണ്. ഗാന്ധിജി ഹിന്ദിക്ക് വേണ്ടി നിലക്കൊണ്ടു. ഹിന്ദി ദേശീയ ഭാഷയാക്കുമ്പോൾ ഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണെന്നാണ് അമിത്ഷാ പറഞ്ഞത്. എന്തും പറയുന്നുള്ളതുകൊണ്ട് പിന്നെ ഇന്ദു പറഞ്ഞു എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല. എന്തും പറയും. ഗാന്ധിജി നിലക്കൊണ്ടത് ഹിന്ദിക്ക് വേണ്ടിയിട്ടല്ല, ഹിന്ദുസ്ഥാനിക്ക് വേണ്ടിയിട്ടാണ്. ഖഡീബോലിയും ഉറുദുവും കൂടി ചേർന്നൊരു ഭാഷ ഉണ്ടാവുകയും അത് ഇന്ത്യയിലെ 2 പ്രബല മതങ്ങളുടെ ഭാഷകളുടെ സംയോജനമായി തീരുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ മതനിരപേക്ഷതയുടെ ഏറ്റവും നല്ല ഉപാധിയായി ഹിന്ദുസ്ഥാനി മാറിത്തീരും എന്നതായിരുന്നു ഗാന്ധിയുടെ പ്രതീക്ഷ. ഗോഡ്സെ അതിനെ വിളിക്കുന്നുണ്ട്. ഷിംല കോടതിയിൽ മൂപ്പര് സമർപ്പിച്ച ഈ പ്രസ്താവനയിൽ ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്നാണ്. ഈ ഗോഡ്സെ, PN ഗോപീഷൻ ഗോഡ്സെയെ കുറിച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്ന മനോഹരമായ ഒരു കൽപ്പനയുണ്ട്. സവർക്കറുടെ തോക്കിൽ നിന്ന് പുറപ്പെട്ട വെടിയുണ്ടയാണ് ഗോഡ്സെ. ഗോഡ്സെ അല്ല തോക്ക് സവർക്കറ. ആ വെടിയുണ്ട ആണ് ഗോഡ്സെ. ആ വെടിയുണ്ട നിലച്ചിട്ടില്ല. ആ വെടിയുണ്ടയുടെ അവസാനത്തെ വരവാണ് ഈ CAA എന്ന് പറയുന്നത്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് എന്ന് പറയുന്നത്. അത് നിലയ്ക്കാതെ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി ഇന്ത്യയുടെ ചരിത്രത്തിലൂടെ, ഇന്ത്യയുടെ മാറിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അവസാന രൂപമാണ് CAA എന്ന് പറയുന്നത്. ഗാന്ധി വധക്കേസിൽ 9ാമത്തെ പ്രതിയായി സവർക്കർ. ഗാന്ധിയെ കൊലപ്പെടുത്തുന്നതിന് ഒരാഴ്ച മുമ്പ് നാഥുറാം ഗോഡ്സെയും അയാളുടെ അനിയൻ ഗോപാൽ ഗോഡ്സെയും നാരായണ ആപ്തെയും ദിഗംബർ ബാഡ്ഗെയും ശങ്കർ കിസ്തായിയും ഒക്കെ ചെന്ന് ഇയാളെ പോയി കാണുന്നുണ്ട്. മൂപ്പര് വിജയിച്ചു വരൂ എന്ന് അവരെ അനുഗ്രഹിച്ച് വിടുന്നുണ്ട്. ഇതെല്ലാം ചെയ്ത ആളാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് തെളിവുകൾ വേണ്ടത്ര കൂട്ടിയണക്കാൻ പറ്റാത്തതുകൊണ്ട് മൂപ്പര് വിട്ടയക്കപ്പെട്ടു. ജീവപര്യന്തം തടവ് കഴിഞ്ഞ് ഗോപാൽ ഗോഡ്സെ പുറത്തു വന്നു. നാഗ്പൂരിൽ അവർക്കൊരു സ്വീകരണം നൽകി. ആ സ്വീകരണ സമ്മേളനത്തിൽ ഗാന്ധി കൊല്ലപ്പെടുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി അറിയുമായിരുന്നു എന്ന് സ്വീകരണത്തിന് മറുപടി പറയുമ്പോൾ ഇവർ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
ആ പശ്ചാത്തലത്തിലാണ് ഗാന്ധിവധത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ മറ്റൊരു കമ്മീഷൻ ഇന്ത്യ ഗവൺമെന്റ് 1969 മറ്റോ നിയോഗിക്കുന്നത്, ജസ്റ്റിസ് കപൂർ കമ്മീഷൻ. കപൂർ കമ്മീഷന്റെ കണ്ടെത്തൽ എന്താന്ന് വെച്ചാൽ, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നത് ഗോഡ്സെയാണെങ്കിലും സംശയരഹിതമായും ആ കൊലപാതകത്തിന് പിന്നിലെ പ്രേരണയും ഗൂഢാലോചനയുടെയും കേന്ദ്രം സവർക്കറാണ് എന്നാണ്. ഈ സവർക്കറെയാണ് കേട്ടോ ഇന്ന് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഗാന്ധിയുടെ ചിത്രത്തിന്റെ നേരെ എതിർവശത്ത് വലിയൊരു ചിത്രമായി വച്ച് ആരാധിക്കുന്നത്. ഈ സവർക്കറുടെ ചിത്രത്തിന് മുമ്പിലാണ് നമ്മുടെ പ്രധാനമന്ത്രി പോയി വണങ്ങുന്നത്. അതിൽ പിന്നെ കുറ്റം പറഞ്ഞുകൂടാ, മൂപ്പർക്ക് വണങ്ങാവുന്ന ഒരാൾ തന്നെ. ഈ സവർക്കർക്കാണ് ഭാരതരത്നം കൊടുക്കാനിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ് 20കളിൽ രൂപപ്പെട്ട ആരാണ് ഇന്ത്യക്കാരൻ, എന്താണ് ഇന്ത്യ എന്ന ചോദ്യത്തിന്റെ മറ്റൊരു ഉത്തരം രൂപപ്പെടുന്നതിന്റെ മാനദണ്ഡം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത് 2019 ഒരു ഭേദഗതിയല്ല, അത് 1922 തുടങ്ങിയ ഒരു സങ്കല്പത്തിന്റെ 19 ഒരു ആവിഷ്കാരമാണ്. ആ സങ്കല്പം ഇന്ത്യയെ ദ ഹോളി ലാൻഡ് ആൻഡ് ദ ഫാദർലാൻഡ് ഓഫ് ഹിന്ദുസ് എന്ന നിലയിലേക്ക് പരിവർത്തനപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ട് ഇത് ദീർഘമായൊരു രാഷ്ട്രീയ അജണ്ടയുടെ സാങ്കേതികമായൊരു നിർവഹണ സ്ഥാനമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് ഈ സിറ്റിസൺഷിപ്പ് അമെൻമെന്റിൽ പറയുന്നത്? ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്ന് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ താമസിച്ച ആളുകൾക്ക് പൗരത്വം നൽകുക എന്നല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പുറത്താക്കുന്നില്ല, ഇവിടെയുള്ള ആർക്കും യാതൊരു പ്രശ്നവുമില്ല, അതുകൊണ്ട് ഈ എതിർപ്പുകൾക്കൊന്നും യാതൊരു അർത്ഥവുമില്ല, അതൊരു സാങ്കേതിക ഭേദഗതിയാണ്. പ്രകാശ് ജാവദേക്കർ മിനിയാന്ന് നടത്തിയൊരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്, ഇതൊരു ചെറിയ നിയമവ്യത്യാസം മാത്രമേ ഉള്ളൂ, അഭയാർത്ഥികളെ സ്വീകരിക്കുന്നു. പോരാത്തതിന് അവർ പറയും ഇങ്ങനെ സ്വീകരിക്കണമെന്ന് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, നെഹ്റു പറഞ്ഞിട്ടുണ്ട്, ടാഗോർ പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്നെല്ലാം പറയും. ഇവർ പറയാത്തൊരു കാര്യം, ഇവരെല്ലാം പറഞ്ഞത് എല്ലാവരെയും സ്വീകരിക്കണം എന്നാണ്. ഇവരെന്താ പറഞ്ഞത്? ഈ ബില്ലിന്റെ ആക്ടിന്റെ ഉള്ളടക്കം എന്താണ്? 3 ദേശങ്ങളിലെ രാഷ്ട്രങ്ങളിലെ 6 മതവിഭാഗങ്ങളിൽപ്പെട്ട അഭയാർത്ഥികൾ അവർ കഴിഞ്ഞ 5 വർഷമായി ഇന്ത്യയിൽ ജീവിക്കുന്നെങ്കിൽ അവർക്ക് പൗരത്വം നൽകും. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, ഇങ്ങനെ 6 മതങ്ങളിൽപ്പെട്ട 3 രാഷ്ട്രങ്ങളിലെ ആളുകൾക്ക് പൗരത്വം നൽകാനാണ് ബില്ലിൽ വ്യവസ്ഥയുള്ളത്. അതാണ് ഇപ്പം നിയമമായിട്ടുള്ളത്. ഇതിലുള്ളൊരു പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങൾ, അഥവാ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ഈ 3 രാഷ്ട്രങ്ങൾ എന്ന തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം. ഈ 3 രാഷ്ട്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്താണ്? ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു എന്നതാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നില്ല. പാക് ഓക്യുപ്പൈഡ് കാശ്മീർ എന്ന് നാം പറയുന്ന പ്രദേശവുമായി അഫ്ഗാനിസ്ഥാന് ചെറിയൊരു അതിർത്തി ബന്ധമുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അത് ഇന്ത്യയുമായുള്ള സ്വാഭാവിക അതിർത്തിയായിട്ടല്ല നിലനിൽക്കുന്നത്. അതേസമയം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന നേപ്പാളുണ്ട്, ഭൂട്ടാനുണ്ട്, ചൈനയുണ്ട്, മ്യാൻമറുണ്ട്, ജലാതിർത്തി പങ്കിടുന്ന ശ്രീലങ്കയുണ്ട്. ഈ രാജ്യങ്ങളെ ഒന്നും കൂട്ടിയിട്ടില്ല. രണ്ടാമതായി പറയുന്ന ഒരു കാര്യം ഇത് 3 മതരാഷ്ട്രങ്ങളാണ് എന്നാണ്. തൊട്ടടുത്ത് മറ്റൊരു മതരാഷ്ട്രമുണ്ട്, അത് ഭൂട്ടാനാണ്, വജ്രയാന ബുദ്ധമതം. മ്യാൻമർ ഔദ്യോഗിക മതമായിട്ട് ബുദ്ധമതം സ്വീകരിച്ചതാണ്. മതരാഷ്ട്രങ്ങളാണ്, അവിടെ നിന്ന് സ്വീകരിക്കില്ല. പിന്നെ അഭയാർത്ഥി പ്രവാഹമാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികളുടെ 1000 മടങ്ങ് അഭയാർത്ഥികൾ ഈ രാജ്യങ്ങളിൽ നിന്നുണ്ട്. മ്യാൻമറിൽ നിന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, ഭൂട്ടാനിൽ നിന്ന് ക്രിസ്ത്യാനികൾ, ചൈനയിൽ നിന്ന് ടിബറ്റൻ വംശജർ, ശ്രീലങ്കയിൽ നിന്ന് 1.25 ലക്ഷം തമിഴ് ഹിന്ദുക്കൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട് അഭയാർത്ഥികളായി. അഭയാർത്ഥികളെയാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ അവർക്കാർക്കും പൗരത്വം ഇല്ല. മതപീഡനമാണ് പ്രശ്നമെങ്കിൽ പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ മതപീഡനത്തിനിരയാകുന്നത് ഹിന്ദുക്കളുടെ 1000 മടങ്ങ് മതപീഡനത്തിനിരയായി പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കഴിഞ്ഞ 7 പതിറ്റാണ്ടായി കുടിയേറിക്കൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗമാണ് അഹമ്മദിയ മുസ്ലിങ്ങൾ. അഹമ്മദിയ മുസ്ലിങ്ങളെ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നില്ല. അവർക്ക് പൗരത്വത്തിന് അവകാശമില്ലെന്ന് അവിടത്തെ ഗോൾവൾക്കറായിരുന്ന മൗദൂദി പറഞ്ഞിട്ടുണ്ട്. പൗരാവകാശത്തിന് യാതൊരു അർഹതയും അവർക്കില്ല എന്ന് അദ്ദേഹം അന്നേ പറഞ്ഞിട്ടുണ്ട്. അവരിങ്ങോട്ട് കുടിയേറുന്നു, അവർക്കില്ല. ഷിയ മുസ്ലിങ്ങൾക്കില്ല. പാകിസ്ഥാനിലെ എല്ലാ ആഴ്ചയും പള്ളിയിൽ ബോംബ് പൊട്ടുന്നത് ഷിയാക്കളുടെ പള്ളിയിലാണ്. 10, 25, 50 പേര് ഓരോ ആഴ്ചയിലും കൊല്ലപ്പെടുന്നു. ഷിയ പള്ളികളില്ല, അവർക്കില്ല പൗരത്വം.
ഹസാരകൾക്കില്ല, അല്ലെങ്കിൽ ഭൂട്ടാനിലെ ക്രിസ്ത്യാനികൾക്കില്ല. ഭൂട്ടാനിൽ ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ ആരാധിക്കാൻ അവകാശമില്ല, പള്ളികളില്ല, പള്ളി പണിയാൻ അവകാശമില്ല. പള്ളിയിൽ പോകണമെങ്കിൽ ഇന്ത്യയിലേക്ക് വന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുക ചെയ്യാം. ചൈനയിൽ നിന്ന് വന്ന ടിബറ്റൻ അഭയാർത്ഥികളുണ്ട്. അതെല്ലാം മാറ്റിവെക്കും. ലോകത്തെ ഏറ്റവും വലിയ അഭയാർത്ഥി പ്രശ്നം, ന്യൂനപക്ഷ പീഡനം അരങ്ങേറുന്ന ഇന്ത്യൻ അതിർത്തിയിലാണ്. അഖണ്ഡ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മ്യാൻമറിലാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, ലക്ഷോപലക്ഷം മനുഷ്യർ. മ്യാൻമറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടത്, NRC എന്ന പേര് ആദ്യം വന്നത് മ്യാൻമറിലാണ്. 2002 അവര് സ്വാഭാവിക പൗരത്വവും അല്ലാത്ത പൗരത്വവും എന്ന വേർതിരിവുണ്ടാക്കി. സ്വാഭാവിക പൗരത്വത്തിന്റെ ഉടമകൾ ഉൾപ്പെടുന്ന NRC, ഇതേ പേര് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺഷിപ്പ് ആദ്യം വന്നു. അതിൽ പെടാത്തവർക്ക് FRC വന്നു, വിദേശ പൗരത്വം. ആ വിദേശി പൗരത്വത്തിലുള്ള വിദേശികളായ ആളുകളെ ഡിറ്റൻഷൻ സെന്ററുകളിലേക്ക് മാറ്റി. അങ്ങനെ 1 ചതുരശ്ര കിലോമീറ്ററിനകത്ത് 10,000-ലധികം പേരെ കുത്തി നിറച്ച, മനുഷ്യർക്ക് പാർക്കാനോ വിദ്യാലയങ്ങളില്ലാത്ത, കുടിവെള്ളം കിട്ടാത്ത, പാർക്കാനിടമില്ലാത്ത, നിന്ന് തിരിയാനിടമില്ലാത്ത, മനുഷ്യോചിതമായ ജീവിതം സമ്പൂർണമായി അസാധ്യമായി തീർന്ന നരകങ്ങൾ സൃഷ്ടിച്ച് അതിനെ ക്യാമ്പുകൾ എന്ന് വിളിച്ച് അവിടെ 15 വർഷമായി പാർപ്പിക്കുന്നു. കയ്യിൽ കിട്ടിയ സാധനങ്ങൾ എടുത്ത് ഏതെങ്കിലും ബോട്ടിൽ കയറി ബംഗാൾ ഉൾക്കടൽ താണ്ടിക്കടക്കാൻ ശ്രമിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ ഇതിനകം ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി മരിച്ചു. 10,000 ഇന്ത്യയുടെ തീരത്തെത്തി. അത്ര തന്നെ ആളുകൾ ബംഗ്ലാദേശിലെത്തി. അവർ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എടശ്ശേരി പണ്ട് ചോദിച്ചതുപോലെ, കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ. ഇവരെ പൗരന്മാരായി പരിഗണിക്കില്ല. 990-കൾ മുതൽ ശ്രീലങ്കയിൽ നിന്ന് തമിഴ് അഭയാർത്ഥികൾ വരുന്നു. ഇവരുടെ ജന്മബന്ധുക്കളായ ഹിന്ദുക്കൾ തന്നെ, തമിഴ് ഹിന്ദുക്കൾ തന്നെ അവരെ സ്വീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഒരു നിയമത്തിന് എങ്ങനെ ഡിസ്ക്രിമിനേറ്ററി, വിവേചനപരമാകാൻ കഴിയുമോ അതിൻ്റെ പരമാവധി വിവേചനമുള്ളതാണ് ഈ നിയമം. അതിൻ്റെ രാജ്യങ്ങളുടെ തെരഞ്ഞെടുപ്പ്, മതങ്ങളുടെ തെരഞ്ഞെടുപ്പ്, സ്വീകരണത്തിനുള്ള മാനദണ്ഡം, ഇതിലെല്ലാം വിവേചനത്തിൻ്റെ സമ്പൂർണ്ണാവിഷ്കാരമുണ്ട്. ഒരു പൊതു മാനദണ്ഡം കൊണ്ടും നിങ്ങൾക്ക് ഈ 3 മതങ്ങളെയോ 6 രാജ്യങ്ങളെയോ തിരഞ്ഞെടുത്തതിൻ്റെ യുക്തി വിശദീകരിക്കാൻ പറ്റില്ല. വിശദീകരിക്കാൻ പറ്റുന്ന ഒറ്റ യുക്തിയേ ഉള്ളൂ. അതിവർ പറയാത്തൊരു യുക്തിയാണ്. അത് മുസ്ലിങ്ങളെ ഇന്ത്യൻ പൗരത്വത്തിൻ്റെ സ്വാഭാവിക അവകാശികളല്ലാതാക്കുക എന്നതാണ്. അത് പറഞ്ഞിട്ടില്ല, പക്ഷെ അതാണ് പ്രവൃത്തി. ബാക്കിയെല്ലാം പറഞ്ഞതെല്ലാം നുണയാണ്. പറഞ്ഞതിലൊന്നുമല്ല അടിസ്ഥാന സത്യം. എന്തുകൊണ്ട് മുസ്ലിങ്ങൾ പൗരാവകാശത്തിന് അർഹരല്ല? അഹമ്മദിയ മുസ്ലിങ്ങൾ കഴിഞ്ഞ 7 പതിറ്റാണ്ടായി പാകിസ്ഥാനിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന, ഇന്ത്യയിൽ കുടിയേറി 5 പതിറ്റാണ്ടായി ഇവിടെ ജീവിക്കുന്ന ഈ അഹമ്മദിയ മുസ്ലിങ്ങൾ എന്തുകൊണ്ട് പൗരത്വത്തിന് സ്വാഭാവിക അവകാശമുള്ളവരല്ല? കുടിയേറിയ ക്രിസ്ത്യാനിക്ക് പൗരാവകാശമുണ്ട്, ഹിന്ദുവിന് പൗരാവകാശമുണ്ട്, മുസൽമാന് പൗരാവകാശമില്ല എന്ന് വരുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉത്തരം, പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ്. അവരോട് നമുക്ക് പറയാനുള്ള ഉത്തരം, ഇന്ത്യ ഹിന്ദുക്കളുടെ രാഷ്ട്രമല്ല. അത് നിങ്ങളുടെ മോഹമാണ്. ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. ഇന്ത്യയിൽ ഈ കുട്ടികളുള്ളിടത്തോളം കാലം, ഇന്ത്യയിൽ ഈ നിർഭയരായി തീർന്ന അമ്മമാരുള്ളിടത്തോളം കാലം, നീതിബോധം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മണ്ണിൽ ആഴത്തിൽ ഇങ്ങനെ വേര് പിടിച്ച് നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഈ മോഹം ഇന്ത്യയിൽ നടപ്പാകാൻ പോകുന്നില്ല. ഇതിനെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള നിങ്ങളുടെ ഏത് കുതന്ത്രത്തെയും ചെറുത്തു തോൽപ്പിക്കാനുള്ള ആത്മബലം ഇന്ത്യൻ ജനതയ്ക്ക് ഇന്നുണ്ട്. അത് എത്ര മാസം കേസ് നീട്ടിയാലും ഇതിങ്ങനെ തന്നെ നിൽക്കും. ഇപ്പൊ 4 ആഴ്ച കൊണ്ട് ഇതില്ലാണ്ടാക്കി കളയാൻ പറ്റുന്ന ഒരു മോഹമുണ്ട്. ഇതിനേക്കാൾ വലിയ സമരങ്ങൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. നോക്കൂ, കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. എനിക്ക് ഈ കുട്ടികളുടെ സമരം കൊണ്ട് ഉണ്ടായ ഒരു വലിയ സന്തോഷം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ കുറെ ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട് ഈ കുട്ടികൾക്ക് രാഷ്ട്രീയം ഉണ്ടായാലുള്ള ഗുണം എന്താണ്. സാരോപദേശം കേട്ട് സഹിക്കുക ചെയ്യാണ്ടിരിക്കുകയായിരുന്നു പിള്ളേര്. രാഷ്ട്രീയം കൊണ്ട് ചീത്തയായി പോരുതെന്ന് ഈ പറഞ്ഞ ആളുകളൊക്കെ മിണ്ടാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ അലയാണ് ഇന്ത്യ മുഴുവൻ അടിക്കുന്നത്. അതിൻ്റെ അലയിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങിയത്, ഈ അമ്മമാരിറങ്ങിയത്. അപ്പോഴും പണ്ഡിതന്മാരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന്. എന്തായാലും ഈ സമരത്തിന്റെ ഒരു ഗുണം, അത് ഇന്ത്യൻ ജനതയുടെ ധാർമ്മിക ശക്തിയിൽ നിന്നുയർന്ന സമരമാണ്.
ഹൈന്ദവ വർഗീയവാദികൾ പ്രതീക്ഷിച്ചത് ഇതൊരു ഹിന്ദു മുസ്ലിം ഡിവൈഡാക്കി മാറ്റാം, ഇന്ത്യയെ ഹിന്ദുക്കളുടെ സ്വാഭാവിക ഗൃഹമാക്കി മാറ്റി മുസ്ലിങ്ങളെ ഇന്ത്യയിലെ ശത്രുഗണതയായി പ്രഖ്യാപിച്ച് ഒരു ഹിന്ദു മുസ്ലിം വൈരുദ്ധ്യം രൂപപ്പെടുത്തി തങ്ങൾക്ക് ശാക്തികമായി വീണ്ടും വളരാം എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷെ അവരുടെ പ്രതീക്ഷകൾക്ക് കുറുകെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചേർന്ന, ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരും ചേർന്ന നീതിയുടെ ഒരു ഐക്യബോധം പടിപടിയായി ഉയർന്നു വരുന്നതിൻ്റെ ചിത്രം ഇന്ന് ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും മൗലികമായ ഒരു പ്രാധാന്യം. ഇവരീ കൊണ്ടുവന്ന നിയമത്തിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ രണ്ട് കാര്യങ്ങൾ കാണാം, അതും കൂടി പറയണം. ഒന്ന്, ഇന്ത്യയുടെ 7 പതിറ്റാണ്ടിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പൗരത്വത്തിന്റെ നിർവചനത്തിൽ മതമെന്നൊരു ഘടകം ഉണ്ടായിരുന്നില്ല. ഇവർ പൗരത്വത്തിന്റെ നിർവചനത്തിലേക്ക് മതത്തെ കൊണ്ടുവരുന്നു. അതുവഴി പൗരത്വം മതാധിഷ്ഠിതമായി തീരുന്നു. മതാധിഷ്ഠിതമായ പൗരത്വമുള്ള ഒരു രാഷ്ട്രം സംശയരഹിതമായും മതരാഷ്ട്രമാണ്. ഇന്ത്യ അതല്ല. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായ ഇന്ത്യൻ ഭരണഘടനാ തത്വത്തിൻ്റെ അട്ടിമറിയാണ് ഈ നിയമ ഭേദഗതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, മതത്തെ പൗരത്വത്തിലേക്ക് കൂട്ടിക്കലർത്തുക മാത്രമല്ല, അതുവഴി മുസ്ലിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വത്തിന്റെ സ്വാഭാവിക അവകാശമില്ല എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഭാഗത്ത് പൗരത്വത്തെ മതാത്മകമാക്കുന്നു, മറുഭാഗത്ത് അതുവഴി മുസ്ലിങ്ങളുടെ പൗരാവകാശത്തെ റദ്ദാക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു തന്ത്രം അതിലൂടെ കടത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 14ഉം 15ഉം അനുച്ഛേദങ്ങൾ, 14ആം അനുച്ഛേദം പറയുന്ന ഒരു കാര്യം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ, ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിനു മുമ്പിലുള്ള തുല്യാവകാശം, നിയമത്താലുള്ള തുല്യ സംരക്ഷണം, ഫോർ എവരി സിറ്റിസൺ എന്നല്ല, ഫോർ എവരി പേഴ്സൺ. ഇന്ത്യയിലെ പൗരന്മാർക്ക് മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും നിയമത്തിന്റെ മുമ്പിൽ തുല്യമായ പരിഗണനയും നിയമത്തിന്റെ തുല്യമായ സംരക്ഷണവും ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇവിടെ പാർക്കുന്ന മനുഷ്യരിൽ ഒരു വിഭാഗത്തെ മതത്തിന്റെ പേരിൽ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നിയമത്തിന്റെ തുല്യമായ പരിരക്ഷ, സംരക്ഷണം, തുല്യമായ അവസര സമത്വം എന്ന 14ആം അനുച്ഛേദത്തിന്റെ അടിസ്ഥാന തത്വത്തെ അട്ടിമറിക്കുകയാണ് നിയമപരമായി ഈ ബില്ല് ചെയ്യുന്ന ഒരു കാര്യം. 15ാമത്തെ അനുച്ഛേദം പറയുന്നത്, ജാതിയുടെയോ മതത്തിന്റെയോ ജന്മദേശത്തിന്റെയോ ലിംഗപദവിയുടെയോ പേരിൽ ഇന്ത്യക്കാർക്കിടയിൽ വിവേചനം ഉണ്ടാക്കിക്കൂടാ. ഇത് വിവേചനം ഉണ്ടാക്കലാണ്. ജന്മദേശത്തെ മുൻനിർത്തി, മതത്തെ മുൻനിർത്തി നിങ്ങൾ ഇന്ത്യക്കാർക്കിടയിൽ വിഭജനമുണ്ടാക്കുകയാണ്, വിവേചനമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഭരണഘടനയെ അട്ടിമറിക്കലാണ്. ആ ഭരണഘടനയാകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡോ സിവിൽ പ്രൊസീജിയറോ പോലെ ഒരു നിയമരേഖയല്ല. 1920-കൾ മുതൽ രൂപപ്പെട്ടു വന്ന ആധുനിക ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ക്രോഡീകൃത രൂപമാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് ഇവർ അട്ടിമറിക്കുന്നത് ഭരണഘടനയല്ല, ഇന്ത്യ എന്ന ആശയത്തെയാണ്. ആരാണ് ഇന്ത്യക്കാരൻ എന്ന ചോദ്യത്തിന് ഇന്ത്യ നൽകിയ ഉത്തരത്തിനെതിരെ മതഭ്രാന്തമായൊരു ഉത്തരം നൽകുകയാണ് ഇവര് ചെയ്യുന്നത്. ഇവര് ഗാന്ധിയെക്കുറിച്ച് പറയുന്നു. സ്വച്ഛ ഭാരതത്തിന്റെ ചിഹ്നങ്ങളിലൊന്നായിട്ട് ഗാന്ധിയുടെ കണ്ണട വന്നു. ഗാന്ധിജി തെരുവുകളിലെ ചവറ് വാരിക്കളഞ്ഞ ആള് മാത്രമൊന്നുമല്ല. ഗാന്ധി വാരിക്കളയാൻ ശ്രമിച്ച ഒരു വലിയ ചവറാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് കേട്ടോ. ആ ചവറിന്റെ പേര് മതഭ്രാന്ത് എന്നാണ്. ആ ചവറാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. ആ അഴുക്ക് കുപ്പയാണ് ഇന്ന് ഇന്ത്യയുടെ ഭരണകൂടം എന്ന് പറയുന്നത്. മതഭ്രാന്തിന്റെ, മതവൈര്യത്തിന്റെ അഴുക്ക്. ആ അഴുക്കായിരുന്നു ഗാന്ധിജി ജീവിതം കൊണ്ട് അടയാൻ ശ്രമിച്ചത്. അല്ലാതെ ഈ റോട്ടിൽ കിടക്കണ 3 കഷ്ണം ഇലയല്ല. അത് ആദ്യം കൊണ്ടിട്ടിട്ട് പിന്നെ വരിക. ഇതൊക്കെ ഇതിന്റെ ഒരു ജന്മപരമ്പരയിൽപ്പെട്ടതാ. കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത പറയും, ഇത് രാമന്റെ കുഴപ്പമല്ല, ഇതൊരു പാരമ്പര്യത്തിന്റെ തകരാറാണ് എന്ന് പറയും. എന്നിട്ട് എന്താന്ന് വെച്ചാൽ സീത പറയുന്നൊരു വാക്യം, മുടിയിൽ കൊതി ചേർത്ത് പുത്രരെ ജഡിയാക്കും ചിലർ തൽക്കുമാരരോ മടികൂടാതെ മഹാവനത്തിലും വെടിയും ദോഹതമാർന്ന പത്നിയെ. രാജാവാക്കാന്ന് പറഞ്ഞ് ക്ഷണിച്ചു വരുത്തിയിട്ട് മക്കളെ കാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന ചില പിതാക്കന്മാരുണ്ട്. അവരുടെ പുത്രന്മാര് ഗർഭിണിയായ ഭാര്യയെ കാട്ടിലേക്ക് അയക്കും. അത് അവരുടെ ഒരു സമ്പ്രദായമാണ് എന്ന് പറയുന്നുണ്ട്. എന്നതുപോലെയാണ് സവർക്കറുടെ ഒരു ജീവചരിത്രം പുള്ളിയുടെ ജീവിതകാലത്ത് തന്നെ പുറത്തു വന്നു. അപ്പൊ അതിലാണ് മൂപ്പര് ഒരുപാട് വീരസാഹസ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്ന്
വിവരിക്കുന്നത്. പിന്നെ അതിൻ്റെ 2ാം പതിപ്പ് പുറത്തു വന്നപ്പോൾ അത് എഴുതിയിരുന്നത് ചിത്രഗുപ്ത എന്ന പേരിൽ ഒരാളാണത്രേ. 2ാം പതിപ്പ് പുറത്തു വന്നപ്പോൾ പ്രസാധകൻ നൽകുന്ന ഒരു വിവരം എന്താണെന്ന് വെച്ചാൽ ഈ ചിത്രഗുപ്ത എന്ന പേരിൽ ഇത് എഴുതിയത് സവർക്കർ തന്നെയാണെന്നാണ്. അങ്ങനെയാണ് വീര സവർക്കറായത്. ഇനി മൂപ്പര് രാഷ്ട്രപിതാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഗാന്ധിജിക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ രാജ്യത്തെ വിഴുങ്ങുന്ന ഒരു അഴുക്ക് കുപ്പയിൽ നിന്ന് ഈ രാജ്യം വീണു പോകാതിരിക്കാൻ തൻ്റെ ജീവിതവുമായി അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നു. അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യം മുഴുവൻ മനുഷ്യരുടേതുമാണ്. ഐ ആം ഫോർ പാകിസ്ഥാൻ ആസ് ഫോർ ഹിന്ദുസ്ഥാൻ. ഈ ഇന്ത്യക്ക് വേണ്ടി എന്ന പോലെ ഞാൻ പാകിസ്ഥാന് വേണ്ടിയും നിലക്കൊള്ളും. ഗംഭീരായൊരു വാക്യം അവസാന കാലത്ത് പറയുന്നുണ്ട് കേട്ടോ. ഒരു രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരൊറ്റ മതമാണെങ്കിലും രാജ്യത്തിന് മതം ആവശ്യമില്ല. ഇതാരാണ് പറയുന്ന ഓർക്കണം. 1920കളിൽ ഗാന്ധിജി പറഞ്ഞത്, ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ. മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമായിരിക്കും. ഞാൻ മതത്തെ രാഷ്ട്രീയത്തിലേക്ക് കൂട്ടിയിണക്കും. തീർന്നില്ല. ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ രാജ്യ താല്പര്യങ്ങളും ഒരു വ്യക്തിയുടെ മത താല്പര്യങ്ങളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് 1920 പറഞ്ഞ ഗാന്ധിജിയാണ് 48 പറയുന്നത്, റിലീജിയൻ ഈസ് പ്യുവർലി എ പേഴ്സണൽ മാറ്റർ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ സ്റ്റേറ്റ് ഓർ ദ പൊളിറ്റിക്സ്. തുടർന്നാണ് അദ്ദേഹം പറയുന്നത്, മുഴുവൻ ആളുകളുടെയും മതം ഒന്നായിക്കോട്ടെ, 100ൽ 100ഉം ഒരു മതമാകട്ടെ, പക്ഷേ രാഷ്ട്രത്തിന് മതം വേണ്ട. അതൊരു തികച്ചും വ്യക്തിപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാറിയ ആളാണ്, നിന്നിടത്ത് നിന്ന ആളല്ല. യാഥാർത്ഥ്യത്തിൻ്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യം വിളിച്ചു പറയാൻ ആത്മബലമുണ്ടായിരുന്ന ഒരാളാണ്. ആ സത്യബോധമാണ് വാസ്തവത്തിൽ ഗാന്ധിജിയുടെ ധാർമ്മികതയുടെ ഒരടിസ്ഥാനം. ആ ധാർമ്മികത ഗാന്ധിജി ഒറ്റക്കൊരാളുടെയല്ല, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൂടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അതിവിപുലമായൊരു ധാർമ്മിക ബോധം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഇതൊന്നും സംഘപരിവാറിന് മനസ്സിലാവില്ല. കാരണം അവർ ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല, ഈ പണിയൊന്നും അവരറിഞ്ഞിട്ടില്ല. സ്വാതന്ത്ര്യസമരം നടക്കുന്ന കാര്യം തന്നെ അവർ അപൂർവം സന്ദർഭങ്ങളിലേ അറിഞ്ഞിട്ടുള്ളൂ. അറിഞ്ഞ സമയത്തൊക്കെ ബ്രിട്ടീഷുകാരെ എങ്ങനെ സഹായിക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇന്നിപ്പോൾ അംബാനി എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഫാസിസത്തെക്കുറിച്ച് മുസോളിനി പറഞ്ഞ വാക്യം ഓർക്കണം കേട്ടോ. ഫാസിസം മതതീവ്രവാദമൊന്നുമല്ല. മുസോളിനി പറഞ്ഞത് ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ. മൂലധനത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സമ്പൂർണ്ണ ലയനമാണ് ഫാസിസം. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാഴ്ചയെ നമ്മിൽ നിന്ന് മറയ്ക്കാൻ ചിലപ്പോൾ CAA വരും, ചിലപ്പോൾ ഗോമാംസം വരും, ചിലപ്പോൾ ദേശീയത വരും, ഓരോന്നായിട്ട് വരും. അവൻ പല വേഷത്തിലും വരും എന്ന് പണ്ട് ബഷീർ പറയുന്നുണ്ട്. ബഷീറിന് മതിഭ്രമം വരുന്ന സമയത്ത് മൂപ്പരെ ആക്രമിക്കാൻ ജിന്നു വരണമെന്നാണ് മൂപ്പര് കരുതുക. അപ്പം ആര് വന്നാലും മൂപ്പര് കരുതും അവൻ ഇവൻ്റെ വേഷത്തിലും വന്നോ എന്നാണ്. MT ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. MT കാണാൻ ചെന്നു അത്ര. വല്ലപ്പോഴും ആശുപത്രിയിൽ ബഷീർ ചികിത്സയിലായിരുന്ന സമയത്ത്. അപ്പോൾ വലിയ കടാരിയായിട്ട് ഇങ്ങനെ അക്രമോത്സുകനായിട്ട് നിൽക്കുകയാണ് ബഷീർ. അപ്പം MTയുടെ ഒരു അടുപ്പൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ട് കാണാൻ ചെന്നു അത്രേ. അപ്പോൾ കടാരി ഉയർത്തിയിട്ട് ബഷീർ പറഞ്ഞു, അവൻ നൂലൻ വാസുവിൻ്റെ വേഷത്തിലും വരും എന്ന് പറഞ്ഞു എന്നതുപോലെ ഏത് വേഷത്തിലും അവൻ വരും. അത് CAA ആയിട്ട് വരും. പക്ഷേ മൂലധനം അതിൻ്റെ സമ്പൂർണമായ ഒരു ആകിരണം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് 20 ലക്ഷം മനുഷ്യർ ആത്മഹത്യ ചെയ്തത് നാം അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്കൂ, 20 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തിട്ട് ഒരു തുള്ളി കണ്ണീര് പോലും പൊഴിക്കാത്തൊരു രാജ്യത്താണ് നാം ജീവിക്കുന്നത് എന്നത് നാം ആത്മനിന്ദയോട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അത് ഫാസിസത്തിന്റെ വലിയ വിജയങ്ങളിലൊന്നാണ്. അപ്പൊ ഈ നിലയിൽ ഈ രാജ്യത്തെ മതപരമായി മാറ്റുക, മൂലധനത്തിന്റെ സാർവത്രികമായ പിടിയിലേക്ക് ഈ രാജ്യത്തെ എത്തിച്ചു കൊടുക്കുക, അങ്ങനെ ഈ രാജ്യം 63 ശതകോടീശ്വരന്മാരുടെയും അവരുടെ പിണിയാളുകളുടെയും അതിൻ്റെ നടത്തിപ്പുകാരായ മതഭ്രാന്തന്മാരുടെയും ഒരു രാജ്യമാക്കി മാറ്റുക എന്നതാണ്. ഇത് 2 രാജ്യഭാവനകൾ തമ്മിലുള്ള വലിയ ഒരു യുദ്ധമുഖമാണ്. ഒരുപക്ഷേ പഴയ പാട്ടിൽ പറഞ്ഞതുപോലെ ഒടുവിലത്തെ യുദ്ധമായി നിലയെടുത്തു നിൽപ്പുവിൻ. പണ്ട് ഇന്റർനാഷണലിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്, ഒടുവിലത്തെ യുദ്ധമായി. ആ ഒരു അവസാനത്തെ സമരമുഹൂർത്തം ഒരുപക്ഷെ സംജാതമായോ എന്ന് സംശയിക്കാം. അത് ഒരർത്ഥത്തിലൊരു സാധ്യതയാണ്.
പണ്ട് റോമൻ റോളൻഡ് അദ്ദേഹത്തിൻ്റെ ജീൻ ക്രിസ്റ്റഫ് എന്ന നോവലിലെ മുഖ്യ കഥാപാത്രത്തെ കൊണ്ടൊരു കമന്റ് പറയിക്കുന്നത്, ദുരിതങ്ങളുടെ നടുവിൽ ജീവിക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. കാരണം ജീവിച്ചു എന്ന് തോന്നും. ഓരോ നിമിഷത്തിനും വിലയുണ്ടാവും. അങ്ങനെ ഓരോ നിമിഷത്തിനും, ഓരോ ദിവസത്തിനും, ഓരോ സമരത്തിനും, വിളിച്ച ഓരോ മുദ്രാവാക്യത്തിനും ഇത്ര വ്യാപ്തിയുണ്ടല്ലോ, ഇത്ര അർത്ഥമുണ്ടല്ലോ എന്ന് തോന്നാവുന്ന ഒരു ചരിത്ര മുഹൂർത്തം വാസ്തവത്തിൽ നമുക്ക് മുമ്പിൽ സംജാതമായിരിക്കുന്നു. അതുകൊണ്ട് ഉറച്ചു നിൽക്കുക, ഉറപ്പിച്ച് പറയുക. അനീതിയുടെ സന്ദർഭത്തിൽ നിവർന്നു നിൽക്കുന്നതിൻ്റെ പേരാണ് നീതിബോധം എന്ന് മറക്കാതിരിക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നമസ്കാരം. നന്ദി സുനിൽ പി ഇളയിടം. നമ്മൾ ഈ ചടങ്ങ് 2 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. ഒരു ഓർമ്മപ്പെടുത്തൽ, ഈ ഫെബ്രുവരി 4-5 ദിവസങ്ങളിൽ ഇതേ വേദിയിൽ വെച്ച് അഴീക്കോട് സ്മാരക പ്രഭാഷണം